ദേശീയ ശ്രദ്ധയേക്കാൾ ഉപരി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ മാസം 26-ാം തീയതി പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വയനാട് നിയോജക മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. ഇത് പറയാൻ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാൻ യോഗ്യതയുണ്ട് എന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിലാണ് അത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ചരിത്രത്തിലാദ്യമായി അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്ന് അദ്ദേഹം കേരളത്തിൽ വയനാട്ടിൽ മത്സരിച്ച് പാർലമെന്റ് അംഗമായി ചരിത്രത്തിലെങ്ങും ഉണ്ടാകാത്ത വിധം 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റ് അംഗമായത്. അന്ന് അദ്ദേഹത്തെ നേരിട്ടതായിട്ടുള്ള CPIയുടെ സ്ഥാനാർത്ഥിക്ക് വെറും 25.61% വോട്ട് കിട്ടിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് 64.66% വോട്ടുകളാണ് ലഭിച്ചത്. അന്ന് മൂന്നാം മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ BDJSന്റെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു മൂന്നാം മുന്നണി സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചത്. അദ്ദേഹത്തിന് വളരെ ദയനീയമെന്ന് പറയട്ടെ 7.71% വോട്ട് കൊണ്ട് തൃപ്തിപ്പെട്ട് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ചിത്രമാകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJP വയനാട്ടിൽ ആരെ നിർത്തണം എന്ന് കുറെ കാലമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയെ നേരിടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് BJP എല്ലാ കൂട്ടലുകളും കിഴിക്കലുകളും ദേശീയ തലത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ആലോചിച്ച് ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയ മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് BJP ആണോ അതോ അത് KJP ആണോ എന്നൊക്കെ സംശയമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയാണോ അതോ കേരള ജനതാ പാർട്ടിയാണോ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഒരു തരത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു K. സുരേന്ദ്രന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. K. സുരേന്ദ്രൻ സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ 20 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തെക്ക് വടക്കായി കിഴക്ക് പടിഞ്ഞാറായി ഓടി നടന്ന് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ആളാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കെട്ടിയിടുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ബുദ്ധിപരമായിട്ടുള്ള നല്ല ഒരു തീരുമാനമല്ല. അതുകൊണ്ട് ശ്രീ K. സുരേന്ദ്രൻ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ കഴിഞ്ഞ 48 മണിക്കൂർ മുൻപ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലെടുത്ത നാടകീയമായ ഒരു തീരുമാനമായിരുന്നു ശ്രീമാൻ K. സുരേന്ദ്രന്റെ രംഗപ്രവേശം. വളരെ നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIയുടെ ശ്രീമതി ആനി രാജയെ അവർ പ്രഖ്യാപിച്ചിരുന്നു. ശ്രീമതി ആനി രാജ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലയാളിയാണെങ്കിലും കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും അവർ ഏറെ സമയം ചെലവഴിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലും ഡൽഹിയിലുമാണ്. CPIയുടെ ദേശീയ സെക്രട്ടറിയായ ശ്രീമാൻ D. രാജയുടെ സഹധർമ്മിണിയാണ് ശ്രീമതി ആനി രാജ. ശ്രീമതി ആനി രാജയ്ക്ക് വയനാട് മണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ല. വയനാട്ടിലെ ജനങ്ങൾ ആനി രാജയെ അറിയില്ല. ശ്രീമതി ആനി രാജയ്ക്ക് വയനാട്ടിലെ ജനങ്ങളെയും അറിയില്ല. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, വണ്ടൂർ, മലപ്പുറം വണ്ടൂർ, നിലമ്പൂർ തുടങ്ങിയതായ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ പറയുന്ന വയനാട് മണ്ഡലം പ്രധാനമായി കുടിയേറ്റ കർഷകരുടെ ഒരു മണ്ഡലമാണ്. അതിൽ തന്നെ നല്ലൊരു വിഭാഗം ക്രൈസ്തവരാണ്.
മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കാർഷിക വൃത്തിക്കായി കുടിയേറിയതായിട്ടുള്ള ആളുകൾ ധാരാളമായി ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കാനാണ് CPI കേരളത്തിൽ പ്രവർത്തിച്ച നേതാക്കളുടെ പട്ടികയിൽ ആരെയും കാണാത്തത് കൊണ്ട് അഖിലേന്ത്യാ സെക്രട്ടറിയുടെ സഹധർമ്മിയെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത്. ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് വലിയ ഒരു മത്സരം തന്നെ ഞങ്ങൾ അവിടെ കാഴ്ചവെച്ച് വലിയ വെല്ലുവിളി രാഹുൽ ഗാന്ധിക്ക് ഉയർത്താൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, പട്ടി കടിച്ച് ചാകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ആന കുത്തിച്ചാവുക എന്ന് പറയുന്നത്. ഏതാണ്ട് അതിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ വയനാട്ടിൽ നിൽക്കുന്നത്. സ്വതസിദ്ധമായിട്ടുള്ള തരംതാണ രീതിയിൽ ചില തമാശകളും പരിഹാസവും ഒക്കെ കെ സുരേന്ദ്രൻ പുറപ്പെടുവിക്കുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിസിറ്റ് വിസയിൽ വരുന്ന ഒരാളാണ്. ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നതിനേക്കാൾ കൂടുതൽ അവിടെ കാട്ടാനകൾ വയനാട്ടിൽ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന്റെ തരംതാണ ശൈലിയിൽ ചില പരിഹാസമൊക്കെ പുറപ്പെടുവിച്ച് അദ്ദേഹം തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെ സുരേന്ദ്രന് ശ്രീ രാഹുൽ ഗാന്ധിയെ നേരിടാൻ യാതൊരു യോഗ്യതയുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ശ്രീ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലുതായി നഷ്ടപ്പെടാനൊന്നുമില്ല. കേൾക്കുന്നിടത്തോളം കേരളത്തിലെ ഓരോ BJP സ്ഥാനാർത്ഥിക്കും 10 കോടി രൂപ മുതൽ മേലോട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര ഭാഗത്ത് നിന്ന് വീതിച്ചു നൽകുന്നത്. കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തിൽ, പാർട്ടി ഫണ്ടിന്റെ കാര്യത്തിൽ നിന്ന് ആരെയും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ഭാരതത്തിൽ BJP എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 6060 കോടി രൂപയാണ് അവർ ഇലക്ടറൽ ബോണ്ട് വഴിയായി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. വലിയ വലിയ കോടീശ്വരന്മാരിൽ നിന്ന്, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന്, കേന്ദ്ര ഏജൻസികൾ ക്രമക്കേടുകൾ കാട്ടിയതിന്റെ പേരിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളിൽ നിന്ന്, സാന്റിയോഗ മാർട്ടിനെ പോലെയുള്ള ചൂതുകളി കേന്ദ്രങ്ങൾ നടത്തുന്ന ആളിൽ നിന്നൊക്കെ കോടികൾ സംഭരിച്ച് ആണ് അവർ ഇലക്ഷൻ ചെലവുകൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രതിപക്ഷ കക്ഷികളെ ശ്വാസം മുട്ടിച്ച് കഴുത്തു ഞെരിച്ച് കൊല ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 6ഓളം ബാങ്കുകളിലുള്ള നിക്ഷേപം മരവിപ്പിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇൻകം ടാക്സുകാരെ കൊണ്ട് അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചിരിക്കുകയാണ്. സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പറയുന്നു, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ യാത്രക്കൂലി ട്രെയിനിൽ കൊടുക്കാൻ പണമില്ല, ഞങ്ങൾക്ക് നോട്ടീസ് അച്ചടിക്കാൻ പണമില്ല, ഞങ്ങൾക്ക് പോസ്റ്ററുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ പണമില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ പണമില്ല. ചെറിയ തോതിലുള്ള പണം ഉണ്ടായിരുന്നത് മുഴുവൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിക്രൂരമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വേണ്ടത്. പ്രതിപക്ഷ കക്ഷികളെ രാഷ്ട്രീയമായി നേരിട്ട് പരാജയപ്പെടുത്തുന്നതിന് പകരം ഈ തരത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ വല്ലാതെ വരുതിക്ക് നിർത്തുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിന്റെ അന്ത്യം കുറിക്കുന്ന കിരാത നടപടിയാണ്, ഏകാധിപത്യ നടപടിയാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തരുണത്തിലാണ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താനായി ഇപ്പോൾ ഞങ്ങൾ തെറിപ്പിക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആളുകൾ ഇപ്പോൾ ഉള്ളിൽ പുറത്തുമായി ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഈ തരത്തിൽ ഒരു ആത്മഹത്യക്ക് ഒരു നേർച്ചക്കോഴിയായി, ചാവേറായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ ഇറങ്ങിയത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ള മാനം നിലനിർത്താൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവിലുള്ള മാനം എത്രത്തോളം ഉയർന്നു നിൽക്കുമായിരുന്നു എന്നാണ് ചില ചോദ്യങ്ങൾ വരുന്നത്.
ഒരു പക്ഷേ BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ അദ്ദേഹം കേന്ദ്രമന്ത്രി വരെയാകും എന്ന് പറഞ്ഞ് പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അദ്ദേഹം പരാജയപ്പെട്ടാൽ പോലും രാജ്യസഭയിലൂടെ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള ചില പൊള്ളയായ വാഗ്ദാനങ്ങൾ വയനാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതൊക്കെ ഒരു തമാശയായിട്ട് മാത്രമേ വയനാട്ടിലെ ജനങ്ങൾ കാണുന്നുള്ളൂ. അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഏകപക്ഷീയമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് പോലും കെ സുരേന്ദ്രന് വരാൻ കഴിയുമോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. 10% വോട്ട് വാങ്ങിയിരുന്ന 7%, 10% ഒക്കെ വോട്ട് വാങ്ങിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി വയനാട്ടിൽ അട്ടിമറിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതൊരു കോമഡി ആയിട്ട് മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. LDFനെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി ആനി രാജായിക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു മണ്ഡലമാണ്. അവരും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചാവേറായി നേർച്ചക്കോഴിയായി അവിടെ വന്നിരിക്കുകയാണ്. CPIക്ക് കൊടുത്തിരിക്കുന്ന സീറ്റുകൾ ആകെയുള്ള 4 അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൃശ്ശൂരെ VS സുനിൽകുമാർ പെടാപ്പാടുപെടുകയാണ്. മാവേലിക്കരയിൽ ശ്രീ അരുൺകുമാർ കൊടിക്കുന്നിൽ സുരേഷുമായി കടുത്ത മത്സരത്തിലാണ്. അതുകൊണ്ട് CPIയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡു ഓർ ഡൈ എന്ന ആപ്തവാക്യം ഉദ്ധരിപ്പിക്കുന്ന അനുസ്മരിപ്പിക്കുന്ന ഒരു മത്സരത്തിലാണ്. ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോലും നഷ്ടപ്പെട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താത്വിക ആചാര്യനായ AK ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടി ചിഹ്നത്തിലോ നീരാളി ചിഹ്നത്തിലോ എലിപ്പട്ടി ചിഹ്നത്തിലോ ഒക്കെ മത്സരിക്കേണ്ട ദുർഗതി CPMന് വൈകാതെ ഉണ്ടാകും. അത് CPIക്കും ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ കൗതുകത്തോടുകൂടെ ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. CPMന് ഉണ്ടാകാൻ പോകുന്ന ദുർഗതി ശത്രുക്കൾ പോലും ഉൾക്കൊള്ളാൻ സഹിക്കുന്നതല്ല എന്നതാണ് പരമമായ ഒരു യാഥാർത്ഥ്യം. അതറിയാതെ പറഞ്ഞു പോയ AK ബാലൻ ഇപ്പോൾ മിണ്ടാട്ടമില്ലാതെ ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അദ്ദേഹം അറിയാതെ ഒരു സ്വകാര്യ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കാണ്, നമുക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം എങ്ങനെയും നിലനിർത്തണം. ഇന്ത്യയിൽ 11 MP തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ ഒരു ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം CPMന് ലഭിക്കുകയുള്ളൂ. അത് മിക്കവാറും നടക്കാൻ സാധ്യത വളരെ കുറവാണ്. കേരളത്തിലാണ് ആകെ 15 സീറ്റുകളിൽ മത്സരിക്കുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ 2 സീറ്റുകളിൽ DMKയുടെ ഔദാര്യത്തോടെ മത്സരിക്കുന്നു. ബീഹാറിലോ ആന്ധ്രയിലോ ഒക്കെ 2 or 3 സീറ്റുകളിൽ മത്സരിക്കുന്ന CPMന് മിക്കവാറും ഈ പ്രാവശ്യത്തിൽ AK ബാലൻ പറഞ്ഞതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മരപ്പട്ടി ചിഹ്നത്തിലോ ഈനാംബീച്ചി ചിഹ്നത്തിലോ അല്ലെങ്കിൽ എലിപ്പട്ടി ചിഹ്നത്തിലോ ഒക്കെ മത്സരിക്കേണ്ടതായി വരുമെന്നുള്ളതാണ് ആരെയും സങ്കടപ്പെടുത്തുന്ന അവസ്ഥ. CPMന്റെ ശത്രുക്കൾ പോലും അവർക്കങ്ങനെ സംഭവിക്കരുത് എന്ന് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാട്ടിലെ ചിത്രം ഏതാണ്ട് സുനിശ്ചിതമാണ്. കെ സുരേന്ദ്രന് 3ാം സ്ഥാനത്തേക്ക് പോകുമോ 4ാം സ്ഥാനത്തേക്ക് പോകുമോ എന്ന് മാത്രമേ ഇനി ആളുകൾ തിരക്കുന്നുള്ളൂ. അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടവർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒന്നും പോയി പ്രചരണത്തിന് പോകാൻ സംസ്ഥാന അധ്യക്ഷനായിട്ട് പോലും സാധിക്കുന്നില്ല. സ്വകാര്യ സംഭാഷണത്തിൽ മറ്റു പല സ്ഥാനാർത്ഥികളും BJPക്കാർ തന്നെ പറയുന്നത് അദ്ദേഹം ഞങ്ങളുടെ മണ്ഡലത്തിൽ പ്രചരണത്തിന് വരാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തെ അംഗീകാരം. വളരെ പ്രശസ്തർ എന്ന് പറയുന്ന അവർ നിർത്തിയിരിക്കുന്ന ചില സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുന്ന B മുരളീധരൻ ആറ്റിങ്ങൽ മത്സരിക്കുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മത്സരിക്കുന്നു. ശ്രീ MT രമേശ് കോഴിക്കോട് മത്സരിക്കുന്നു. അങ്ങനെ വളരെ പ്രശസ്തരെന്ന് അവർ പറയുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷന് പോയി അവർക്ക് വേണ്ടി പ്രചരണം നടത്താൻ കഴിയാതെ പോകുന്നത് എത്ര ദുർഗതിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർ സ്വകാര്യമായി പറയുന്നു, ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള വോട്ട് അല്പമെങ്കിലും കൂടുകയുള്ളൂ, അതുകൊണ്ട് വരാതിരിക്കുന്നതാണെന്ന് നല്ലത് എന്ന് അവർ അടക്കം പറയുമ്പോൾ ഇപ്പോൾ ഒരു ന്യായം കണ്ടെത്തി കെ സുരേന്ദ്രൻ വയനാട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. കൊടകര കുഴൽപ്പണ കേസിലൊക്കെ
ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റുമായി ഉണ്ടാക്കിയിരിക്കുന്ന അന്തർധാരാ ബന്ധമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊക്കെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രന് നന്നായി പണിപ്പെട്ടെങ്കിലേ മതിയാവുകയുള്ളൂ. എത്ര പണിപ്പെട്ടാലും 4-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്ക് വരാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത് എന്നാണ് വിനീതമായി കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തോട് പറയുന്നത്. 2-ാം സ്ഥാനത്ത് നിലനിൽക്കാൻ വേണ്ടി LDF കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്തായാലും ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലുള്ള നേരിയ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ളൂ. അദ്ദേഹം വരും ദിവസങ്ങളിൽ വയനാട്ടിൽ വന്ന് പ്രചരണം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം ഇതിനോടകം തന്നെ അണികൾ ആരംഭിച്ചു കഴിഞ്ഞു. അടുക്കോടും ചിട്ടയോടും കൂടെ കാര്യങ്ങൾ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ആ മണ്ഡലം ഇളകി മറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടുകൂടി അവിടുത്തെ പ്രചരണത്തെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം കുറെ കൂടെ വ്യക്തമാകും. വരും ദിവസങ്ങളിലും അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മറിച്ചൊരു തീരുമാനം മാറ്റമുണ്ടാകാനിടയില്ല എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പൊതുവെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ വിജയം ഇപ്പോൾ തന്നെ രേഖപ്പെടുത്താവുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ കെ സുരേന്ദ്രന്റെ പരാജയമാണ് കൂടുതൽ പൊതുസമൂഹവും രാഷ്ട്രീയ വൃത്തങ്ങളും ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ കെ സുരേന്ദ്രന്റെ നിലവിലുള്ള സ്ഥാനത്തിന് എന്തെല്ലാം കോട്ടങ്ങളാണ് ഇനി അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ദേശീയ നേതൃത്വം അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കും, എങ്ങനെ കാണും? ഒരുപക്ഷെ ഇതിന്റെ ഫലമായി സംസ്ഥാന നേതൃത്വം പോലും ഒഴിഞ്ഞു കൊടുക്കേണ്ടതായി വരുമോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഒരു ഞാണിന്മേൽ കളിയാണ് കളിക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ വലുതായിട്ടൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം ആ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ കേന്ദ്ര നേതൃത്വമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചുവെന്ന് ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള ഒരു വൃഥാശ്രമം, ഒരു വ്യായാമം എന്ന രീതിയിൽ മാത്രമേ അദ്ദേഹത്തിന്റെ വയനാട്ടിലെ മത്സരം കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുള്ളൂ. ഏതായാലും അദ്ദേഹത്തെ അവിടെ കൊണ്ട് നിർത്തിയതിന്റെ പുറകിൽ എന്തെല്ലാം ദുരുദ്ദേശങ്ങളുണ്ട് എന്നുള്ളതും ദേശീയ നേതൃത്വം താമസിയാതെ വെളിപ്പെടുത്തുമെന്നാണ് വളരെ ജിജ്ഞാസയോടുകൂടെ കേരളത്തിലെ പൊതുസമൂഹം അറിയാൻ കാത്തിരിക്കുന്നത്.